നടന്മാരുടെ ജാട കാണുമ്പോൾ ദേഷ്യം വന്നിട്ടുണ്ട്? എനിക്ക് അങ്ങനെ ഒരു ജാടയുള്ള നടന്റെ കൂടെ അഭിനയിക്കേണ്ട ഞാൻ ഇതുവരെ അങ്ങനെ ആരും കണ്ടിട്ടില്ല. ഞാൻ കണ്ടവരൊക്കെ ഭയങ്കര ഡൗൺ ടു എർത്തും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഡേറ്റിംഗ് ആപ്പിൽ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. എന്താണ് ഇങ്ങനെ എക്സൈറ്റിംഗ്? ഇവിടെ മനുഷ്യന് വാട്സാപ്പ് പോലും ഇല്ല, അപ്പോഴാണ് ഇനി ഡേറ്റിംഗ് ആപ്പ്. ഞാനൊന്നും പറയുന്നില്ല. അതെന്താ വാട്സാപ്പ് ഇല്ലാത്ത? ഇത് നീ എല്ലാ തവണയും ചോദിക്കുന്നല്ലേ? അതെ, എന്നാലും പറ. ഈ എക്സൈറ്റ്മെന്റ് കുറച്ച് സമയം വേണം. നീ ഈ ഉത്തരം പറഞ്ഞു മടുത്തു. എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഫോണിൽ എത്ര നേരം സ്പെൻഡ് ചെയ്യുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐഡി ഉണ്ടോ? അതെ, ഒന്ന് എന്നെ നോക്കാൻ ഞാനിവിടെ പാടുപെടുന്നു. ഇന്റർവ്യൂകളിൽ നുണ പറയാറുണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. ലാസ്റ്റ് മിനിറ്റ് മുടങ്ങിപ്പോയ സിനിമകളുണ്ടോ? ഉണ്ട്. അതിന്റെ പേരിൽ കരഞ്ഞിട്ടുണ്ടോ? കരഞ്ഞിട്ടില്ല, ഭയങ്കര വിഷമിച്ചിട്ടുണ്ട്. 800 സ്റ്റോളായി പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. മുത്തയ്യ മുരളീധരന്റെ ബയോപിക് ഉണ്ടായിരുന്നു, അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം. ചില ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ ദേഷ്യം വരാറുണ്ടോ? ദേഷ്യമില്ല. പിള്ളേരെന്താ ഇങ്ങനെയാണല്ലേ? ഇതൊക്കെ അത് മാറ്റി പിടിച്ചോണ്ട് തോന്നിയിട്ടുണ്ട്. സ്വന്തം മൂവി കണ്ടിട്ട് ചമ്മൽ തോന്നിയിട്ടുണ്ട്? ഞാനങ്ങനെ എൻ്റെ മൂവീസ് അങ്ങനെ ഫസ്റ്റ് തിയേറ്ററിൽ കാണുക എന്നല്ലാതെ അങ്ങനെ കണ്ടിട്ടില്ല. അത് കാണാത്തത് ചമ്മല് വരുന്നത് കൊണ്ടാണ്. ഈ സെഗ്മെന്റ് കഴിഞ്ഞല്ലോ എന്നൊരു ആശ്വാസം തോന്നുന്നുണ്ട്? ഇല്ല, ഇനിയും ചോദിച്ചോ? ഇല്ല, ക്വസ്റ്റ്യൻ തീർന്നു. ചോദിക്കേ. ഈശ്വരൻ നാഗവല്ലി ഇടയ്ക്ക് എപ്പോഴെങ്കിലും നാഗവല്ലിയായി മാറാറുണ്ടോ? ഇപ്പോ അല്ലേ? കള്ളം പറഞ്ഞത് വീട്ടിൽ കയ്യോടെ പിടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഒരു ഇൻസിഡന്റ് പറയോ? ഇത് അമ്മ റിലേറ്റഡ് ആണ്. അതായത് ബേസിക്കലി ഈ ട്രാൻസ്ഫർ ചെയ്ത് വരുന്നതായിരുന്നതുകൊണ്ട് എനിക്ക് ഭാഷയിൽ ഇച്ചിരി പ്രശ്നമായിരുന്നു. അപ്പോൾ അതായത് ഇവിടെ 2 വർഷം പഠിച്ചിട്ട് അവിടെ പോകുമ്പോൾ അവിടെ ഇച്ചിരി ആദ്യത്തെ 1-2 മാസം എനിക്ക് ഹിന്ദി ഭയങ്കര പാടായിരിക്കും. ഇവിടെ വരുമ്പോൾ എനിക്ക് മലയാളം ഭയങ്കര പാടായിരിക്കും. അങ്ങനെ ഒരു വട്ടം അപ്പം ഞാൻ 1 വർഷം മാത്രമേ സ്കൂളിൽ കഷ്ടിച്ച് മലയാളം പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞാൻ സ്കൂളിൽ അതിങ്ങനെ മലയാളം പഠിച്ചിട്ടില്ല. അപ്പം മലയാളത്തിന് എനിക്ക് ഭയങ്കരമായിട്ട് മാർക്ക് കുറവ്. ഫെയിലായിട്ടില്ല, പക്ഷെ എന്നാലും ഭയങ്കര കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. അപ്പോൾ എനിക്ക് റിപ്പോർട്ട് കാർഡ് കാണിക്കാൻ ഭയങ്കര പേടി. ഞാൻ 4 കൊല്ലം പഠിക്കുമ്പോഴത്. അങ്ങനെ ഞാനിത് വേറെ എവിടെയോ കൊണ്ട് ന്യൂസ് പേപ്പറിൻ്റെ ഇടയിലൊക്കെ ഒളിപ്പിച്ച് ഒരാഴ്ച. അപ്പോൾ ഇത് സൈൻ മേടിക്കാനാണ് കൊണ്ടുവന്നത്. സൈൻ മേടിക്കാൻ പറ്റുന്നില്ല. നാളെ മേടിക്കാം. ഇന്ന് നമ്മൾ വിചാരിക്കുമല്ലോ നാളെ ചെയ്യാം, ഇന്ന് വേണ്ട. അപ്പം ഞാൻ ഭയങ്കര എനിക്ക് അരമാർക്ക് പറഞ്ഞാൽ കരയുന്ന ടൈപ്പാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര പേടി, മനസ്സിലാവണേ. എൻ്റെ അമ്മ ടീച്ചറുമാണ് വേറെ സ്കൂളിൽ. അങ്ങനെ അവസാനം ഒരു ദിവസം ഞാൻ സ്കൂൾ കയറി വരുമ്പോൾ അമ്മ ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പിന്നെ വാങ്ങിനെ മാറേണ്ടല്ലോ.